ഹൈക്കോടതിയുടെ ഓഡിറ്റോറിയത്തിൽ ഭാരതാംബയെ ചിത്രം വെച്ച് പരിപാടി നടത്തിയത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഭാരത ഭരണഘടനയിൽ പറയാത്ത ഒരു ബിംബവും ഇന്ത്യക്കാർ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ ഒരു സംഭവം ഇല്ല. എത്രയോ ചർച്ചകളായി നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗവർണർ ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രസക്ത ഭാഗം. എന്താണ് ബഹുസംസ്കാരം എന്നത് യൂറോപ്യൻ ആശയമാണ്. ഇവിടെ ഒരു സംസ്കാരമേ ഉള്ളൂ. പക്ഷേ അതിന് വിവിധ നിറങ്ങളുണ്ടാകാം. അതിന് മഴവില്ലിൻ്റെ വകഭേദം പോലെയാണ്. മതത്തിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഭിന്നതയുണ്ടാകുന്നതായി തോന്നുന്നത്. ധർമ്മത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ എല്ലാം ഒന്നാണ്. അപ്പം ഈ മതത്തിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഭിന്നത ഉണ്ടാകുന്നത് അവർ തന്നെ സ്വന്തം പറഞ്ഞാൽ മതി. വേറെ ആരോട് പറയാനാണ്? ഏത് ധർമ്മത്തിൽ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്? ഹിന്ദു ധർമ്മത്തിലോ? ഇത് ഇവർ തന്നെ പറയുകയാണ്. എന്നിട്ട് ഇതിനൊരു വേറെ വ്യാഖ്യാനം കൊണ്ടുവരാണ്. ഇവർക്ക് തന്നെ അറിയാം അതാണ് ഈ ഇങ്ങനെ തേട്ടി വരുന്നത്. മതമാണ് പ്രശ്നം. കേരളത്തിൽ ഇന്ത്യയിൽ മതം ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ്സാ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളാണ്? അവിടെ ചർച്ച ചെയ്യുന്നത് BJP മാത്രമാണ് മതം ചർച്ച ചെയ്യുന്നത്, അല്ലേ? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കയറി വരണം, അമ്പലങ്ങൾ പണിയണം, ക്ഷേത്രങ്ങൾ പണിയണം, വലിയ രീതിയിൽ പ്ലാനുകൾ ഉണ്ടാകണം, ഇന്ത്യ മതരാഷ്ട്രമായി മാറണം, ഹിന്ദുത്വ രാഷ്ട്രമായിരിക്കണം, 2025 അല്ലെങ്കിൽ 2035 ആകുമ്പോഴത്തേക്കും ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യ മാറണം. ഇതൊക്കെ പറയുന്നത് ആരാ? ഇവരൊക്കെ തന്നെയാണിത് പറയുന്നത്. എന്നിട്ട് ഇവർ തന്നെ ഒരു ബിംബം ഉണ്ടാക്കുന്നു. അതിന് ഇവരുടെ ശൈലിയിൽ ഒരു ഭരണഘടന ഒരു മാപ്പ് ഉണ്ടാക്കുന്നു. ആ മാപ്പ് വെച്ചിട്ട് ഇതാണ് ഇന്ത്യ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചോണം. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് ഇവർ പറയുന്നതെല്ലാം കേട്ടിരുന്നാൽ ഒരു പ്രശ്നമില്ല. അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ പറയുന്നതൊക്കെ തെറ്റാണ് എന്നുള്ള. നമ്മളിപ്പം 4 പ്രാവശ്യം ചർച്ച. ഇപ്പം എന്തിനാ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ ബിംബം എടുത്ത് മാറ്റിയല്ലോ അവിടുന്ന്? അത് കഴിഞ്ഞിട്ട് ഈ ബുക്ക് പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രിയുമായി പങ്കപ്പെട്ട അതെന്തിനാ എടുത്ത് മാറ്റിയേ? അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇവർ കുത്തിക്കയറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കുത്തിക്കയറ്റുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറൊന്നുമില്ലാന്ന്. അപ്പം ഹൈക്കോടതിയിൽ ജഡ്ജിമാർ അപ്പം എന്താ ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾക്കൊന്നും ബോധമില്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്കൊന്നും ബോധമില്ല, നിങ്ങൾക്കൊന്നും വിദ്യാഭ്യാസമില്ല, നിങ്ങൾക്കൊന്നും ഭരണഘടനയെക്കുറിച്ചൊരു ധാരണയില്ല. ആരാണ് പറയുന്നത്? കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാരോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊന്നും ഭരണഘടനയെക്കുറിച്ചൊരു ധാരണയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഭരണഘടന, ഇതാണ്. അപ്പോൾ ഇതേതാ സ്ത്രീ എന്ന് നോർമലി സത്യമല്ലേ? ഇതേതാ സ്ത്രീ എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ അത് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭരണഘടന ഭാരതാംബയെ അംഗീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നാൽ ഈ സ്ത്രീ ഏതാണെന്ന് പറഞ്ഞു തന്നാൽ പ്രശ്നത്തിൽ ഒന്ന് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരിക. ഇതേതാ ഈ ഭൂപടം എന്ന് പറഞ്ഞു തന്നാൽ മതി. ഇന്ത്യയുടെ ഭൂപടം നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. നമ്മൾ 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം പരീക്ഷ എഴുതിയിട്ടാണ് പുറത്തേക്ക് വന്നിട്ട്. അത് കാണാപ്പാടം വരച്ചിട്ട് മാർക്ക് മേടിക്കണം, അല്ലേ? എല്ലാ പരീക്ഷയിലും ഒരു ഇന്ത്യയുടെ ഭൂപടം ഉണ്ടാവും. ഞാൻ ഈ ഭൂപടം നമ്മൾ എഴുതിക്കാണ്ട് വരച്ചതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പഠിച്ച അതിന് ശേഷം ഭൂപടം മാറിയെന്ന് പറയാം. ഇപ്പം നേപ്പാളും ഭൂട്ടാനും അഫ്ഗാനിസ്ഥാനൊക്കെ കൂടിയ ഭൂപടമാണോ നമ്മുടെ കയ്യിലുള്ളത്? അപ്പോൾ ഇത് വിശ്വസിച്ചോണം നിങ്ങൾ. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് അങ്ങനെ 14 രാജ്യമല്ലേ? എത്രയാ? 11 രാജ്യം. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിച്ചോണം. ഇതിങ്ങനെയാണ്. ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സാമാന്യ ബുദ്ധിയോടുകൂടി ജീവിക്കാം. അല്ലാത്തവരൊക്കെ നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾക്ക് ഭരണത്തെക്കുറിച്ച് ധാരണയില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. ഇവിടെ പാലക്കാട് സൊമാലിയേക്കാൾ നല്ല രാജ്യമായിരുന്നു കേരളം എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രാവശ്യം ഉപമിച്ചത് സൊമാലിയനോടാണ്. മനസ്സിലായില്ലേ? ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് സംസ്ഥാനം ഏതാ? കേരളമല്ലേ? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് രാജ്യം ഏതാ? സംസ്ഥാനം ഏതാ? കേരളമല്ലേ? അവിടെയാണ് വന്നിട്ട് പറയുന്നത് എന്തറിയോ? നിങ്ങൾക്കൊന്നും വിദ്യാഭ്യാസമില്ല, നിങ്ങൾക്കൊരു ബോധമില്ല, നിങ്ങൾക്കൊരു ഭരണഘടന ധാരണയില്ല. ഞങ്ങൾ പറയുന്നതാണ് ഭരണഘടന, ഞങ്ങൾ പറയുന്നതാണ് ഭാരതാംബ, ഞങ്ങൾ പറയുന്ന കൊടിയാണ് ഭാരതത്തിൻ്റെ കൊടി, ഞങ്ങൾ പറയുന്നതാണ് ഭാരതത്തിൻ്റെ ഭൂപടം. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിശ്വസിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ബോധമുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്. അങ്ങനെയുള്ളവർ നിങ്ങൾ BJPക്കാരാണ്. അല്ലാത്തവരൊക്കെ പൊട്ടന്മാരും ബോധമില്ലാത്തവരാണ്. ഇതാണ് സിമ്പിളായിട്ട് പറയുന്നത്. അതാരാ പറയുന്നത്? ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തലപ്പത്തിരിക്കുന്ന ഗവർണർ വന്നിട്ട് പറയുകയാണത് ഇങ്ങനെയാണ് അവസ്ഥ. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാം. ഇത് ഞാൻ പറയുന്നത് ഇതിങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നോട് ഇവർ ഈ സ്വന്തം ശരീരത്തിൽ ബോംബ് വെച്ചിട്ട് ഭീകരവാദികൾ പൊട്ടിത്തെറിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എൻ്റെ ആശയം ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടണം. മനസ്സിലായില്ലേ? ക്യാരറ്റിന് കാവി നിറം എന്ന് പറയുന്ന ആൾക്കാരാണ് ഉള്ളത്. മനസ്സിലായില്ലേ? ക്യാരറ്റിൻ്റെ കളർ ഏതാ? കാവി നിറം. അതുകൊണ്ട് പച്ചക്കറി മുഴുവൻ എന്താണ്? കാവ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അപ്പോൾ ഇവരെന്താ ഇതിങ്ങനെ പ്രചരിപ്പിക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും വിടുവായിത്തരവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ വിളിച്ചു പറയുന്ന സമയത്ത് ഇത് ചർച്ച ചെയ്യപ്പെടും.
Meet the editors.